കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം അറുതിയില്ലാതെ തുടരുന്നു. കഴിഞ്ഞ ദിവസം പെരുമല ഗ്രാമത്തിലിറങ്ങിയ ഒറ്റയാൻ വാഹനവും ഗേറ്റും തകർത്തു. കാട്ടാന ശല്യം രൂക്ഷമായതോടെ പ്രദേശവാസികളുടെ ജീവിതം ദുസ്സഹമായി കഴിഞ്ഞു. ആനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താൻ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകേണ്ടി വരുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു. കാർഷിക ഗ്രാമമായ കാന്തല്ലൂരിൽ കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടുകയാണ്. കർഷക ജനവാസ മേഖലകളിലൂടെ കാട്ടാനകൾ ചുറ്റിത്തിരിയുന്നതാണ് ആളുകളുടെ ഉറക്കം കെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം കാന്തല്ലൂർ പെരുമല ഗ്രാമത്തിൽ ഒറ്റയാൻ എത്തി നിർത്തിയിട്ടിരുന്ന വാഹനവും വീടിന്റെ ഗേറ്റും തകർത്തു. ദിവസങ്ങൾക്ക് മുമ്പ് കൃഷിത്തോട്ടങ്ങളിൽ ഇറങ്ങി നാശം വരുത്തിയ ഒറ്റയാനാണ് ഗ്രാമങ്ങൾക്കുള്ളിൽ കയറിയും പരാക്രമം നടത്തിയത്. ഇത് ഇവിടെ ഇരിക്കുന്ന റേഞ്ച് ഓഫീസറിന്റെ അടുത്തോ DFO അടുത്തോ പറഞ്ഞാൽ അവരെ കൊണ്ട് കഴിയുന്നത് അത്രയും സമാധാനപ്പെടുത്തി ജനങ്ങളെ തിരിച്ചുവിടുന്നത് മാത്രമേ കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു സമരം എന്ന് പറഞ്ഞാൽ അത് ഇനി തിരുവനന്തപുരത്തിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, കേരളത്തിൽ വനവകുപ്പ് മന്ത്രിയുടെ ഓഫീസിന്റെ നേർക്ക് ജനകീയ സമരം നടത്തുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയാനുള്ളത്. കാന്തല്ലൂർ മേഖലയിൽ കഴിഞ്ഞ 3 മാസത്തോളമായി കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. 10ലധികം കാട്ടാനകളാണ് ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്നത്. കാട്ടാനകളെ തുരത്തുവാനും സുരക്ഷ ഉറപ്പാക്കാനും RRT സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്ന് കർഷകർ തന്നെ പറയുന്നു. ആനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താൻ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകേണ്ടി വരുമെന്നതാണ് പ്രദേശവാസികൾ നൽകുന്ന മുന്നറിയിപ്പ്. സിറ്റി വിഷൻ, മറയൂർ.